ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ജിയോ പൊളിറ്റിക്കൽ റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്യുന്ന തലത്തിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു പാകിസ്ഥാനും സൗദിയും ടർക്കിയും ഒരുമിച്ച് ചേർന്ന ഇസ്ലാമിക് നേറ്റോ രൂപകൽപ്പന ചെയ്യുന്നു. അപ്പോൾ അതിനെ ഓൾറെഡി സൗദിയും പാകിസ്ഥാനും തമ്മിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അവർ പരസ്പരം ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട്, സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് പാക്ട്, അതായത് SMP അങ്ങനെയാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ അത് ബയലാറ്ററൽ ആയിട്ടുള്ള ഒരു ഉഭയകക്ഷി ഒരു സെക്യൂരിറ്റി കരാറാണത്. അപ്പം അന്ന് അവർ പറഞ്ഞത് നേറ്റോയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ, നേറ്റോയുടെ മോഡൽ എന്ന് പറയുമ്പോൾ നേറ്റോയുടെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നേറ്റോയിൽ അംഗരാജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ നേറ്റോയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ നേറ്റോയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിലകൊള്ളും എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് നേറ്റോയുടെ എന്ന് പറഞ്ഞത്. അതുപോലെ നേറ്റോയുടെ പോലെ തന്നെ ഒരു ഇസ്ലാമിക് നേറ്റോ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഡിഫൻസ് പാക്ട് എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, ഇപ്പോൾ പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ പോസിബിളി പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഇന്ത്യ ഉള്ളൂ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ സൗദി പാകിസ്ഥാന്റെ രക്ഷയ്ക്കെത്തും. അതുപോലെ തന്നെ സൗദി ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൗദിയുടെ രക്ഷയ്ക്കെത്തും എന്നുള്ളതാണ് ഈ പരസ്പര ധാരണ എന്ന് പറഞ്ഞത്. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സ് ഒക്കെ നമുക്കറിയാം വളരെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നമുക്കറിയാം വളരെ അഗ്രസീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം റീജിയണലായിട്ട് അവർ നേരിട്ടും അല്ലാതെയൊക്കെ തന്നെ അവരുടെ എക്സ്പാൻഷൻ നടത്തുകയും അല്ലെങ്കിൽ നടത്താനുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുകയും മെനഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇസ്രായേലിനെ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ അധികം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെയാണ് ടർക്കിയും ഈ പറഞ്ഞ സൗദി പാകിസ്ഥാനോടൊപ്പം ചേരുന്നു എന്നുള്ള വാർത്ത പുറത്തുന്നത്. കാരണം ടർക്കിയും പാകിസ്ഥാനും ഒക്കെ തന്നെ ഭാവിയിൽ ഇസ്രായേലിന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇരയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണെന്ന് അവർക്ക് തന്നെ ഒരു കോൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുതന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷനൊക്കെ തന്നെ പല സമയത്തെ അമേരിക്കയുടെ നിലപാടുകളൊക്കെ തന്നെ അവർക്ക് ഇപ്പം ഖത്തറിൽ ഇസ്രായേൽ പിന്നെ ബോംബിട്ടു. അപ്പോൾ ഖത്തറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഉള്ളൊരു രാജ്യമാണ്. എന്നിട്ടും അമേരിക്കയ്ക്ക് ഖത്തറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനു മുമ്പേ ഖത്തറിന് അതിനുള്ള ഇന്റലിജൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നൊക്കെ ഉള്ള ആശങ്കകൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഭാവിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ സൗദിക്കെതിരെയോ ടർക്കിക്കെതിരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയൊക്കെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ എന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കൈ ഓർക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ടർക്കിയും പാകിസ്ഥാന്റെയും സൗദിക്കൊപ്പം ചേർന്ന് അവരൊരു മൾട്ടിലാറ്ററൽ ഇസ്ലാമിക് നേറ്റോ എന്നുള്ള ഒരു സങ്കല്പമല്ല, ഇസ്ലാമിക് നേറ്റോ രൂപീകരിക്കാൻ പോകുന്നു. അത് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളും അത് ഫോം ചെയ്യുകയും പിന്നീട് ഈജിപ്റ്റ് അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനെ ഒരു വീഡിയോക്കകത്ത് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ടർക്കി ഇതിനോട് നോ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇങ്ങനൊരു സൗദിയും പാകിസ്ഥാനോടും ഒരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രതിരോധ കരാറിൽ അല്ലെങ്കിൽ സംവിധാനത്തിൽ ഏർപ്പെടുവാൻ ടർക്കിക്ക് താല്പര്യമില്ല എന്നാണ് ടർക്കി അതിപ്പോൾ ടർക്കിയിൽ നിന്നും നമുക്ക് പല ടർക്കിയുടെ മിലിറ്ററി, പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സോഴ്സിൽ നിന്നും നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സൗദിക്കും ഇതിനകത്തിൽ വലിയ താല്പര്യമില്ല. ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളും തമ്മിലൊരു സഖ്യം ഉണ്ടാക്കുവാൻ സൗദിക്കും താല്പര്യമില്ല. ഇതിനകത്തിൽ പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. കാരണം പാകിസ്ഥാന്റെ ഇന്നത്തെ നിലയും അവസ്ഥയൊക്കെ തന്നെ വളരെ പരിതാപകരമായതുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലൊരു ലൈഫ് ബോയ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, എവിടുന്നേലും ഒരു ലൈഫ് ലൈൻ കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിപ്പോ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഒരു സഖ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് നമുക്കറിയാം അത് എത്രത്തോളം
പാകിസ്ഥാൻ ഒരു ലൈഫ് ലൈൻ ആയിരിക്കും. ഇപ്പം ആയുധങ്ങളുടെ കാര്യത്തിൽ ടർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇക്കണോമിക് ആയിട്ടുള്ള അസിസ്റ്റൻസിന്റെ കാര്യത്തിൽ സൗദി അവർക്ക് പണം കൊടുത്തും അല്ലെങ്കിൽ ഇക്കണോമിക് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞ ആവശ്യം അതാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി പാക്ട് കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ധാരണയുടെ ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു മൂന്ന് രാജ്യങ്ങൾ തമ്മിലൊരു കരാർ ഒപ്പിടുകയാണെങ്കിൽ, ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മറ്റു രണ്ട് രാജ്യങ്ങളും ഈ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഹെൽപ്പിന് അല്ലെങ്കിൽ അവരെ സഹായിക്കുമെന്നുള്ളൊരു എന്താ പറയുക, കരാർ ഉടമ്പടി ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടർക്കി അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു എന്നുള്ളതാണ്. ടർക്കിക്ക് അതിന് താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടർക്കി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അങ്ങനെ, സൗദിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ, എന്നുവെച്ചാൽ ബൈലാറ്ററൽ ആയിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണ് ടർക്കിയെ സംബന്ധിച്ച് അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുക, ട്രൈലാറ്ററൽ നമുക്ക് പറയാം, ബൈലാറ്ററൽ ട്രൈലാറ്ററൽ, ത്രികക്ഷി ഒരു സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ടർക്കിക്ക് വലിയ താല്പര്യമില്ലാന്ന് ടർക്കി വളരെ എന്താണ് ശക്തമായിട്ട് അതിനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാന്ന് സൗദി അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സൗദിയുടെ ക്രെഡിബിൾ ആയിട്ടുള്ള മിലിറ്ററി, പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി സോഴ്സിൽ നിന്നൊക്കെ തന്നെയാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞത് ഈ പാകിസ്ഥാൻ, സൗദി, ടർക്കി ഈ മ്യൂച്വൽ ഡിഫൻസ് ഫ്രെയിംവർക്കിന്റെ ഒരു ഭാഗമാകാൻ ടർക്കി തൽക്കാലമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പാകിസ്ഥാനാണ് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. സൗദിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം അത് പല രീതിയിലുള്ള, കാരണം സൗദി ആയാലും ടർക്കി ആയാലും, ടർക്കി നേറ്റോയിലെ പിന്നെ അംഗരാജ്യമാണ്. അതുപോലെ സൗദി പിന്നെ അമേരിക്ക വളരെ അടുത്ത കാലത്ത് തന്നെ നോൺ നേറ്റോ മെമ്പർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കക്ക് അപ്രിയമായിട്ട് അവർക്ക് ഇതുപോലുള്ളൊരു സെക്യൂരിറ്റി, മ്യൂച്വൽ സെക്യൂരിറ്റി പാകിസ്ഥാനായിട്ട് ഒത്തുപോകാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാൻ ചൈനയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യവും പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സെക്യൂരിറ്റി റിലേഷൻ ടർക്കിക്കും സൗദിക്കും വലിയ താല്പര്യമില്ല. പക്ഷെ പാകിസ്ഥാനാണ് ഇതിന് കൂടുതൽ താല്പര്യം എടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ടർക്കിയുടെ ഒഫീഷ്യൽസ് എല്ലാം തന്നെ, ഈ ഒഫീഷ്യൽ മിലിറ്ററി ഒഫീഷ്യൽസ് ആയാലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സ് ആയാലും അതുപോലെ സെക്യൂരിറ്റി ഓഫീഷ്യൽസ് ഒക്കെ തന്നെ ഇതിനെ വളരെ എന്താണ് പറയുന്നത്, ടോട്ടലി ഇതിനെ നിരാകരിച്ചു അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൗദിക്കും ഇതിനകത്തുള്ള താല്പര്യമില്ല. ഇങ്ങനൊരു ഈ ട്രൈലാറ്ററലായിട്ടുള്ള ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യം ഉണ്ടാക്കുകയും പിന്നീട് മറ്റു രാജ്യങ്ങളെ ഇതിനകത്ത് ചേർക്കുകയും ചെയ്യുക എന്നുള്ളത് സൗദിക്കും വലിയ താല്പര്യമില്ലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടർക്കി എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിൽ നമ്മൾ ടർക്കിയെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ടർക്കിയുടെ ഈ ഒരു നിലപാട് വളരെ എന്താണ് പറയുക, വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നാണ് ടർക്കി ഈ ഒരു പിന്നെ തീരുമാനം എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടർക്കിയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുപ്പമുള്ള രാജ്യങ്ങളാണ്. അവർ തമ്മിൽ ബൈലാറ്ററൽ റിലേഷൻസ് വളരെ സ്ട്രോങ് ആണ്. ടർക്കിയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സും ആയുധങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അവർ തമ്മിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷനും ഒക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ടർക്കി എന്തുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റി പാക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധ സഖ്യം വേണ്ട എന്ന് വെക്കുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ എന്നുള്ളൊരു എലമെന്റ് ആണ് ഇതിനകത്തിന്റെ പ്രധാന കാരണം തന്നെ. ടർക്കിക്ക് സൗദിയോടുള്ള വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ടർക്കിക്ക് കൃത്യമായിട്ടുള്ള നിലപാടിന്റെ ആ ഒരു കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ടർക്കി വെളിപ്പെടുത്തുന്നുണ്ട്. ടർക്കിയുടെ അഭിപ്രായമല്ല, ടർക്കിയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവരുടെ ഏറ്റവും അടുപ്പമുള്ള രാജ്യമൊക്കെ തന്നെയാണ്. പക്ഷേ പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയാണ്. അതുതന്നെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏത് സമയത്തും ഈ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാന്റെ ബന്ധങ്ങൾ അത്ര വലിയ സുഖത്തിലല്ല എന്ന് ടർക്കി നല്ല കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ അകത്ത് ഇന്റേണലായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ബലൂചിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാനകത്ത് ആഭ്യന്തര സിവിൽ വാറും അല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് ഇങ്ങനെയുള്ളൊരു സെക്യൂരിറ്റി സെറ്റപ്പിൽ നമ്മൾ ടർക്കിയും സൗദിയും തമ്മിൽ ഒത്തുചേരുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും അവർക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, അങ്ങനെ ഒരു അസസ്മെന്റ് ആണ് ടർക്കിയുടെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ടർക്കിയും പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഓൾറെഡി അത് തമ്മിൽ സെക്യൂരിറ്റി റിലേഷൻ ഉണ്ട്, ഈ പറഞ്ഞൊരു പ്രതിരോധ സഖ്യമുണ്ട്. അപ്പം പാകിസ്ഥാൻ അവിടെ ഓബ്ലിഗേഷൻ ഉണ്ട് സൗദിയോട് ബൈലാറ്ററൽ ആയിട്ട്. ആ ബൈലാറ്ററൽ ആയിട്ടുള്ള ആ ഓബ്ലിഗേഷൻ കൂടെ ആകുമ്പോൾ പാകിസ്ഥാൻ ഓവർ സ്പെക്ട് ആണെന്നാണ് പറയുന്നത്. കാരണം ഇനിയും ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇനിയും മറ്റു രാജ്യങ്ങളോ ഒക്കെ അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രതിരോധ സഖ്യത്തിനതിൽ പാകിസ്ഥാനുമായിട്ട് ടർക്കിക്ക് ഇടപെടുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും ലഭിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് ടർക്കിക്കുണ്ട്. അതുകൊണ്ടാണ് ടർക്കി ഇതിനെ കർക്കശമായിട്ടല്ലെങ്കിൽ ഇതിനോടൊരു സ്ട്രോങ് നോ പറയുന്നത്. കാരണം ഈ പറഞ്ഞ ഒരു ഡിഫൻസ് പാക്ട് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ട്രീറ്റി, ഒരു പ്രതിരോധ കരാറിൽ ടർക്കിയും സൗദിയും പാകിസ്ഥാനൊപ്പം ഉൾപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കാര്യമായി എഫക്റ്റീവായിട്ടുള്ളൊരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് ടർക്കി പറയുന്നത്. കാരണം പാകിസ്ഥാൻ ഈ പറഞ്ഞ ആഭ്യന്തരമായിട്ടും അതുപോലെ തന്നെ ഈ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു. രണ്ടാമത് ടർക്കി പറയുന്ന അല്ലെങ്കിൽ ടർക്കിയുടെ അസസ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അകമഴിഞ്ഞിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ചൈനയുടെ മിലിറ്ററി ടെക്നോളജീസ് ഒക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിനെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അവരുടെ എയർഫോഴ്സ് ഒക്കെ തന്നെ വളരെയധികം ചൈനയുടെ ടെക്നോളജിയും ചൈനയുടെ വെപ്പൺ സിസ്റ്റത്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അത് ഈ പറഞ്ഞ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നാറ്റോയിലെ മെമ്പർ രാജ്യമായിട്ടുള്ള ടർക്കിക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന രാജ്യമായിട്ടുള്ള സൗദിക്കും ഒക്കെ തന്നെ അത്ര വലിയ എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭാവിയിൽ ഇവർ തമ്മിലൊരു ഈ ഡിഫൻസ് ഓക്കെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫൻസ് ഈ പ്രതിരോധ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സുഡാൻ, സൊമാലിയ, യമൻ ഇതുപോലുള്ള രാജ്യങ്ങളെ ലക്ഷ്യമാക്കി കൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും ആയുധം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് റീറൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സെക്യൂരിറ്റി പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബയലാറ്ററലായിട്ട്. അത് സൗദിയെ സംബന്ധിച്ച് വലിയ പരിക്കുണ്ടാക്കുന്നതല്ല. കാരണം അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ വഴിക്ക് പോകും. കാരണം ഈ പറഞ്ഞ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ചില ഫൈറ്റർ ജെറ്റ്സും മറ്റേതൊക്കെ തന്നെ പാകിസ്ഥാൻ വഴി സുഡാനിലേക്കും സൊമാലിയയിലേക്കും ഒക്കെ തന്നെ എത്തിക്കാൻ ഉള്ള പരിപാടിക്കാണ്. അതുപോലെ യമൻ, കാരണം ഇവിടെ എല്ലാം സൗദി എൻഗേജ് ചെയ്യുന്ന സൗദിയുടെ ഇപ്പോഴത്തെ ഈ സൗദി എൻഗേജ് ചെയ്യുന്ന ചില കോൺഫ്ലിക്റ്റ് സോൺസ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ യമനിൽ സൗദി UAE തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അവിടത്തേക്ക് സൗദി സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ഷന് അല്ലെങ്കിൽ സൗദി സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിന് ആയുധങ്ങൾ കൊടുക്കാൻ വേണ്ടി ആണ് പാകിസ്ഥാനോട്ട് ഈ പറഞ്ഞൊരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അവർ തമ്മിൽ പരസ്പരം ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ശരിക്കും സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്തിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിരോധ സഖ്യം തമ്മിൽ. അപ്പൊ ഇവിടെ പാകിസ്ഥാനും ഈ പറഞ്ഞ ചൈനയുടെ ആയുധങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ചൈനയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ത് ലീക്ക് ചെയ്യാനും മോഷ്ടിക്കാനും കിട്ടുമോ, പ്രത്യേകിച്ച് അമേരിക്കയുടെ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തിന്റെ ടെക്നോളജിയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലീക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ സ്റ്റീൽ ചെയ്യാനും മോഷ്ടിക്കാനും ഒക്കെ ചൈന വളരെ മിടുക്കരാണ്. അവരെ ഈ കാര്യത്തിൽ അവർ മുൻപന്തിയിലാണ്. കാരണം അവരുടെ മിലിറ്ററി ടെക്നോളജീസ് എല്ലാം തന്നെ അവർ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റവും എയർഫോഴ്സിന്റെ മറ്റ് ഈ പറഞ്ഞ ചൈനയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ തമ്മിലൊരു സെക്യൂരിറ്റി ഈ മിലിറ്ററി ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ വെപ്പൺസ് ഉപയോഗിക്കുന്നത് സൗദിയുടെയും ടർക്കിയുടെയും ഒക്കെ തന്നെ മിലിറ്ററി ഇന്റലിജൻസും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സീക്രട്ടും ഒക്കെ തന്നെ ചൈനയ്ക്ക് പാകിസ്ഥാൻ വഴി അത് ചൈനയുടെ കൈകളിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു തിരിച്ചറിവിലാണ് ടർക്കി ഇപ്പോൾ ഇതിനോട് നോ പറയാനുള്ള മറ്റൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞൊരു ടെക്നോളജിക്കൽ ആശ്രയം പാകിസ്ഥാന്റെ ചൈനയിൽ ചൈനയെ ആശ്രയിക്കുന്ന അമിതമായിട്ടുള്ള വെറും ആശ്രയമല്ല, അമിതമായിട്ടുള്ള ആശ്രയം. കാരണം ഏകദേശം 80% മുകളിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് അവരുടെ ആയുധങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈന ഇക്കാര്യത്തിൽ വളരെ കോഷ്യസ് ആണ്, വളരെ ആശങ്ക. അതെങ്ങനെ ഒരു പാകിസ്ഥാനുണ്ട് ഇങ്ങനൊരു ഈ പറഞ്ഞ ട്രൈലാറ്ററലായിട്ടുള്ള ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ സാധാരണ ബൈലാറ്ററലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പോലല്ല. ഇങ്ങനെ ഒരു സെക്യൂരിറ്റി സെറ്റപ്പിൽ വരുമ്പം അതിന്റെ പിക്ചർ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും.
കാരണം ഈ രാജ്യങ്ങൾക്ക് പരസ്പരം അവരുടെ ഈ മിലിറ്ററി ടു മിലിറ്ററി ഇൻ്റഗ്രേഷനും ഒക്കെ തന്നെ സിസ്റ്റവും വെപ്പൺസും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുകയും കൂടുതലായിട്ട് ഓബ്ലിഗേഷൻസ് ഒക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ടർക്കിക്കും സൗദിക്കും ഒക്കെ പണി കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമായതുകൊണ്ട് ആണ് ഈ രണ്ട് രാജ്യങ്ങളും വളരെ കോഷ്യസ് ആയിട്ട് ഇങ്ങനൊരു വളരെ ആഴത്തിലുള്ള പാകിസ്ഥാനായിട്ടുള്ളൊരു ബന്ധം വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇത് വളരെ പ്രാഗ്മാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും, വളരെ പ്രായോഗികമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നുള്ളത് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വശം ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നടഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് എത്രത്തോളം സമ്പദ് വ്യവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു രാജ്യത്തിന് സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററിയെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു സംശയം ടർക്കിക്കുണ്ട്. ടർക്കിയും അവരുടെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാൻ നമുക്കറിയാം, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ദുരവസ്ഥയാണ്. സൗദി അല്ലെങ്കിൽ അമേരിക്ക IMF വഴി കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടും ചൈന കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ അവരുടെ മിലിറ്ററി സ്റ്റേറ്റിനെ, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ മാത്രമേ അതിന് അവർക്ക് കഴിവുള്ളൂ. അല്ല രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവരുടെ കയ്യിൽ റിസോഴ്സ് ഇല്ല, വിഭവങ്ങളില്ല. അപ്പം അങ്ങനെയുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ ഒരു ടർക്കി പറയുന്നത് സ്ട്രോങ് എക്കോണമിയാണ് ഒരു പവർഫുൾ മിലിറ്ററി ഉണ്ടാക്കുന്നത്. അത് സത്യമാണല്ലോ, ഏത് രാജ്യത്തിനും അങ്ങനെ ഒന്നുമല്ലോ. കാരണം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നല്ല ശക്തമായിട്ട് വളർച്ചയുടെ പാതയിലാണെങ്കിൽ അവർക്ക് ആ മിലിറ്ററിയെ അതുപോലെ തന്നെ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള പരാധീനത അത് അവരുടെ മിലിറ്ററിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ടർക്കിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. പാകിസ്ഥാനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയമാണ്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാന്റെ ഈ പറഞ്ഞ 2-3 പ്രശ്നങ്ങൾ കാരണം അത് ടർക്കിയെയും സൗദിയും അതുപോലെ തന്നെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ ഒരു പാകിസ്ഥാനാണ് അതിൽ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഡിഫൻസ് എന്താണ് പറയുന്നത് കരാർ അല്ലെങ്കിൽ ഒരു സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റു രാജ്യങ്ങൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യങ്ങളില്ല എന്നാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് ടർക്കിയുടെയും പാകിസ്ഥാന്റെയും പിന്നെ മിലിറ്ററി ഒക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ടർക്കിക്കും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ സൗദി അറേബ്യയുടെ ഡിഫൻസിനെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം സൗദി വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദിയുടെ ഡിഫൻസിന് നമുക്ക് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്ക് മോഡേണൈസ് ചെയ്യുക എന്നുള്ളത്, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ടർക്കിക്കും പാകിസ്ഥാനും ഇപ്പം ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു ട്രൈലാറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഈ ഡിഫൻസ് സഖ്യത്തിൽ നിന്ന് ടർക്കി തൽക്കാലം വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്ത് മാറി നിൽക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് ടർക്കിയുടെ ഈ ഒരു നിലപാടിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാടാണ്. പക്ഷേ ടർക്കി പറയുന്നത് പാകിസ്ഥാനായിട്ടുള്ള ബയലാറ്ററൽ ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. കാരണം അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഹാർഡ്വെയർ എല്ലാം തന്നെ പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ഡ്രോൺ ടെക്നോളജി ഉണ്ട്, മറ്റ് പല പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധു സമയത്തും ഒക്കെ തന്നെ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈന ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ്ഡ് ആണല്ലോ. അതുകൊണ്ട് ടർക്കി പറയുന്നത് സൗദിയും ടർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ അതുപോലെ തന്നെ പോട്ടെ, പാകിസ്ഥാനായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ അതുപോലെ തന്നെ പോട്ടെ. മൂന്നാമത് ഇത് കഴിഞ്ഞിട്ട് ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള സഖ്യത്തിന് ഇപ്പോൾ സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് ടർക്കി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ഇസ്ലാമിക് നേറ്റോ എന്നുള്ള പാകിസ്ഥാന്റെ വലിയൊരു ആഗ്രഹവും സങ്കല്പവും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയൊരു വിലങ്ങുതടിയായിട്ട് ടർക്കിയും സൗദിയും മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇസ്ലാമിക് നേറ്റോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഇസ്രായേൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ രാജ്യത്തിനെല്ലാം അത് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് അവർ നോ പറഞ്ഞ് മാറി. ഈ പറഞ്ഞ എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളായിട്ടുള്ള ടർക്കിയും സൗദിയും ഒക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ രാജ്യങ്ങളിനകത്ത് താല്പര്യം കാണിക്കാതെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇക്കണോമിക് ലൈഫ് ലൈൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ പറഞ്ഞ വിടുപണി ചെയ്തിട്ട് സൗദിയുടെ നിന്നും ടർക്കിയുടെ നിന്നൊക്കെ തന്നെ കിട്ടാവുന്നത്ര സഹായങ്ങൾ നേടിയെടുത്തിട്ട് അവരുടെ ഈ പറഞ്ഞ മിലിറ്ററി സിവിലിയൻ സ്റ്റേറ്റിനെ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നേതൃത്വത്തിന്റെ ലക്ഷ്യങ്ങൾ. പക്ഷെ അത് ഈ ഒരു ഇസ്ലാമിക് നേറ്റം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ വലിയ ഇസ്ലാമിക് നേഷൻസിന്റെ എല്ലാം അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം
ബിഗ് ബ്രദറായിട്ട് ഞങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും സംരക്ഷണം, എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുള്ള എന്നാണ് പാകിസ്ഥാൻ പൊതുവെ വീരവാദിക്കുന്നത്, വീമ്പിളക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ തൽക്കാലം ഒരു ജോൾട്ട് അല്ലെങ്കിൽ തിരിച്ചടി ഇട്ടിരിക്കുകയാണ്. ടർക്കിയും സൗദിയും ഈ പറഞ്ഞ ഒരു സഖ്യത്തിൽ പാകിസ്ഥാനോടൊപ്പം ഇല്ല. അതിന് പകരം അവർ പരസ്പരം ഉള്ള ബയലാറ്ററലായിട്ടുള്ള അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.